വീടും ഭൂമിയും നഷ്ടപ്പെടാതിരിക്കുവാൻ ഇന്നിവിടെ 64-ാം ദിവസം സമരം കടന്നു പോവുകയാണ്. ഈ സമയത്ത് സ്വന്തം വീട് സംരക്ഷിക്കുന്നതിനും ഭൂമി സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഈ സമരത്തിൽ മണ്ണാറപ്പാറയുടെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. തീർച്ചയായിട്ടും അത് ഈ കടപ്പാടം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ ജന്മാവകാശം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ആരും അത് അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. സ്വന്തം വില കൊടുത്ത് വാങ്ങിച്ച ഭൂമി, ആ ഭൂമിയിൽ സ്വന്തമായി പടുത്തുയർത്തിയ വീടും അതുപോലെ സ്ഥാപനങ്ങളും നഷ്ടപ്പെടുവാൻ നമ്മുടെ ഒരു പൗരനും അത് അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുകയില്ല. അത് എന്ത് കാരണത്തിൻ്റെ പുറത്തായാലും. തീർച്ചയായിട്ടും ഈ സമരം ദിനം പ്രതി ശക്തി പ്രാപിച്ച് വിജയത്തിലെത്തിച്ചേരുമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ സെക്രട്ടറി ജോർജ് തൊണ്ടിക്കുഴിയിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ 64 ദിവസമായിട്ട് ഭൂസംരക്ഷണ സമിതി ഇവിടെ നിരാഹാര സമരം നടത്തുകയാണ്. എന്നിട്ടും കാര്യമായ യാതൊരു പുരോഗതിയോ ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നോ മറ്റ് സംഘടനകളിൽ നിന്നോ കാര്യമായ ഒരു നീക്കുപോക്കുകൾ ഉണ്ടായിട്ടില്ല. അതിനായിട്ട് അങ്ങനെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാനായിട്ട് ഗവൺമെൻറ് വിചാരിച്ചാൽ കൂടി വന്നാൽ 1-2 ദിവസം കേൾക്കാവുന്ന സമിതിയുള്ളൂ എന്നാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. എന്തുകൊണ്ട് ഒരു ട്രെയിനില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. 1-2 തലമുറയുടെ മുഴുവൻ അധ്വാനവും വെറുതെ ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയാസം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കാരണന്മാരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടും പറമ്പും പ്രത്യേകിച്ച് ഇവിടുത്തെ അമ്മമാരുടെ മുഖത്തെ ഭാവങ്ങൾ ഞങ്ങൾ ടെലിവിഷനിൽ ദർശിക്കാറുണ്ട്. ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും ചേച്ചിമാർക്കും നിങ്ങളുടെ പുരുഷന്മാരോട് കൂടെ വഖഫ് എന്ന കരുതീമം ഭേദഗതി ചെയ്യുക എന്ന ഏറ്റവും വലിയ ഡിമാൻഡുമായിട്ടിരിക്കുന്ന നമ്മുടെ അമ്മച്ചിയുടെയൊക്കെ ആ ആവശ്യം കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങളെ മാധ്യമങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഈ മുൻപത്തെക്കുറിച്ച് വാട്സാപ്പിൽ വന്നിട്ടുള്ള മിക്കവാറും എല്ലാവരുടെയും രാഷ്ട്രീയ ഭേദം തന്നെ ആരൊക്കെ സപ്പോർട്ട് അവരുടെ എല്ലാം ഓരോ മെസ്സേജുകളും വായിക്കാറുണ്ട്. എനിക്ക് ആദ്യം അത് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ്. അത് കഴിഞ്ഞതിൻ്റെ എല്ലാ പാഠങ്ങളും മനസ്സിലാക്കി അവസാനം കണ്ടെത്തിയ വലിയ സത്യങ്ങൾ എല്ലാം നിങ്ങളുടെ കൂടെ തന്നെയാണ്. അത് വഖഫിൻ്റെ പേരിൽ ഇതിനു മുമ്പ് ഈ വഖഫ് കൗൺസിലിരുന്ന ഒരു ചെയർമാൻ കൊടുത്ത ഓർഡറാണ് ബേസിക്കായിട്ട് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഇത് വഖഫ് ഭൂമിയാണ്. ഈ കാണുന്ന ലോകമെല്ലാം വഖഫാന്ന് പറഞ്ഞ് ലോകത്തിലുള്ള ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനും അവരുടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശം തുടങ്ങിയ ബാക്കിയുള്ളവർ പിന്നെ എന്ത് ചെയ്യും? അതൊക്കെ ഒരു കട്ട് ഓഫ് ഡേറ്റ്, ഒരു ഡേറ്റ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് 1947 അല്ലെങ്കിൽ ഭരണഘടന വന്ന ദിവസം മുതൽ അല്ലെ കേരളപ്പിറവിയുടെ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നിന്ന് ഒരിക്കലും ബാധകമാക്കാൻ പറ്റില്ല. ഇത് അങ്ങ് പഴയ കാലം പറഞ്ഞാലേ നമ്മുടെ മഹാരാജാക്കന്മാർ പലരും മാറി മാറി വന്നു. ഇന്ത്യ മഹാരാജ്യത്ത് മുഗൾ സാമ്രാജ്യങ്ങൾ വന്നു, മുസ്ലിംസ് വന്നു, ഹിന്ദുക്കൾ വന്നു. ഇങ്ങനെ ഓരോ കാലങ്ങളും മാറി മാറി വരുമ്പോൾ ഇവരെല്ലാം അവകാശം ഉന്നയിക്കുന്ന ഒരേ സ്ഥലങ്ങളിൽ ആരെല്ലാം ഉണ്ടാവും? അതൊരിക്കലും പറ്റില്ല. നമുക്ക് അടുത്ത കാലത്ത് എന്താണോ നിയമം ഇരുന്നത് അതിൽ മാത്രം നമുക്ക് വിജയത്തിലെത്തണം. അപ്പോൾ ഈ വഖഫിന് അനുകൂലമായി തെറ്റായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് വോട്ട് ബാങ്കിന് വേണ്ടി വഖഫ് ഭൂമിയാകി പ്രദേശം മുഴുവൻ ഓർഡറിട്ട ആ വഖഫ് കൗൺസിലിൻ്റെ തീരുമാനം നമ്മുടെ സർക്കാർ തിരുത്തിയാൽ കാര്യം ശുഭമായി. വഖഫ് ഭൂമി അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് PD സതീശനൊക്കെ അടുത്ത ദിവസം പറയുന്ന കേട്ട്. അതിന് മുമ്പൊക്കെ സൈലൻ്റ് ആയിരുന്നു. പക്ഷെ അടുത്ത ദിവസമൊക്കെ അവർ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. BMSൻ്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒരേ ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വഖഫ് ഭൂമി അല്ല എന്ന് ഓർഡർ ഇടാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട
CPM-ന്റെ മുഖ്യമന്ത്രി തീർച്ചയായും തയ്യാറായാൽ ഈ പ്രശ്നം പെട്ടെന്ന് തീരും. അല്ലാതെ ഇവിടെ കുടിയേർക്കില്ല, ഞാൻ MP സ്ഥാനം രാജിവെക്കുമെന്നുള്ള ഈ പൊളി വചനങ്ങൾ പറയുന്ന നമ്മുടെ MP, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വളരെ ബാലിശമാണ്. ഒരു MP ഇവിടെ ആരെങ്കിലും കുടിയിറക്കുകയാണെങ്കിൽ ഞാൻ രാജിവെച്ചോളാന്ന് പറഞ്ഞാൽ ആർക്കെന്താ നഷ്ടം? അയാൾക്കെന്താ നഷ്ടം? അയാൾക്ക് വീട്ടിൽ ഇരിക്കുക. ഈ കാലഘട്ടം മുഴുവൻ അയാൾക്ക് കിട്ടിയ സമ്പാദ്യവും പെൻഷൻ അയാൾക്ക് കിട്ടും. അവർ MP എന്ന നിലയിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ നമ്മുടെ MP, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു വാചകം പറയാൻ പറ്റില്ല. ഇവിടെ ആരെങ്കിലും ഒരാളെ കുടിയിറക്കിയാൽ ഞാൻ രാജിവെച്ചോളാം. ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അഭിമാനത്തിന്റെ വീരത്തിന്റെ പര്യായമായിട്ട് കണക്കാക്കാം. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാൾ രാജിവെച്ചോണ്ടാ അവിടെ ബാക്കിയുള്ളവരുടെ ഭൂമിയെല്ലാം പട്ടഭൂണ്ടു. അപ്പൊ അതല്ല ആവശ്യം. നമുക്ക് തലമുറകളായിട്ട് നിങ്ങൾ ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയ ഈ ഭൂമി വഖഫിന്റെ ആണെന്ന് ഓർഡർ ഇട്ടത് ഏറ്റവും തെറ്റാണ്. കാരണം ഈ ന്യൂസ് അവറുകളിൽ ചർച്ചയിൽ കേട്ട ഒരു പോയിന്റ് മനസ്സിൽ ഓർമ്മ വരികയാണ്. ഈ പഴയ റെക്കോർഡിൽ എവിടെയെങ്കിലും വഖഫെന്ന് കണ്ടാൽ ഉടനെ ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾക്ക് അതിൽ അവകാശം ഉന്നയിക്കാൻ, അതാണ് കാര്യം. ഏതോ കാലത്ത് ഏതൊരു ഓർഡറിൽ വഖഫിന്റെ ഒരു വാക്കുണ്ടെന്നും പറഞ്ഞ് അവർക്ക് അനുകൂലമായി ഉത്തരവുകൾ കൊടുക്കുകയും അത് ഇന്നത്തെ സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിലൊരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ മതക്കോടതിയാണ് പറഞ്ഞിരിക്കുന്ന വഖഫ് നിയമം. ഏതൊക്കെയാലും ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് അത് മാറ്റം ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എത്രയും വേഗമാകട്ടെ. അതിനു മുമ്പ് തന്നെ ഇത് കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ എല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ ഇപ്പം അന്ന് ആശംസ അർപ്പിച്ചു പോവുകയില്ല. അവർ നേരായ രീതിയിൽ അവര് മുനമ്പൻ ജനതയുടെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ ഇടത് വലത് അതുപോലെ BJP മറ്റ് ഇഷ്ടംപോലെ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം ഒന്നായിട്ട് മനുഷ്യത്വപൂർവമായ ഒരു സമീപനം മുനമ്പൻ നിവാസികളോട് കാണിക്കണം. അതിനാണ് ഞങ്ങൾ ഇവിടെ ഐക്യദാർഢ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സമയം വിജയിക്കും, സമരം വിജയിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. ഇത് വിജയം വരെ എന്നുള്ള നിങ്ങളുടെ സമരത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അതുപോലെ എല്ലാവിധ സപ്പോർട്ടുകളും നേർന്നുകൊള്ളുന്നു. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വഖഫ് എന്നതിന്റെ പേരിൽ ഒരു കിരാതമായ രീതിയിൽ പിടിച്ചെടുക്കുന്ന ഈ നടപടിയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊരു നിയമവാഴ്ചയുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ നിയമവും അനുസരിച്ചാണ് അവർ ഒരു വസ്തു വാങ്ങുന്നതിന് ആവശ്യമായ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് അവർ ഈ വസ്തു വാങ്ങിയിട്ടുള്ളത്. അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ സ്വരുക്കൂട്ടി അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി വാങ്ങിയ ആ സ്ഥലത്ത് പണിത കെട്ടിടവും ഭൂമിയും നിരാലംബമായി പോകുന്ന ഒരു അവസ്ഥ ഒരു ജനത്തിനും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഏത് രാഷ്ട്രീയക്കാര് എങ്ങനെയെല്ലാം നോക്കിയാലും ഇത് ഒരിക്കലും നിങ്ങളെ തളർത്താൻ സാധിക്കില്ല. നിങ്ങളുടെ ഈ ഭൂമി നിങ്ങൾക്കുള്ളതാണ്. മറ്റാർക്കും അതിനകത്ത് അവകാശം പറയാൻ സാധ്യമല്ല. ഒരു വഖഫിന് സാധ്യമല്ല. നിങ്ങൾ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് വാങ്ങിക്കൂട്ടിയ ഈ ഭൂമി നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ അവകാശം. ആ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള അവകാശം, നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ട അവകാശം എല്ലാം നമുക്കുള്ളതാണ്. അത് ആർക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതിന് ജീവൻ വരെ നഷ്ടപ്പെടുത്തിയാലും പോരാടേണ്ടത് നമ്മുടെ ദൗത്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കീഴടങ്ങരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഈ സമരം കണ്ടിട്ട് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. കാരണം നിങ്ങളുടെ ഈ സമരോർജം കാണുമ്പോൾ ഈ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ ആത്മാർത്ഥമായ അവരുടെ ആ സമര ഊർജം കണ്ട് വളരെയേറെ സന്തോഷവാനാണ്. നിങ്ങളുടെ സമരത്തിൽ എല്ലാവിധ ആശംസകൾ നേർന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ വിൻസെന്റ് എൻ്റെ സഹോദരനാണ്. ഞങ്ങൾ അയൽവക്കംകാരാണ്. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഒരു ഇൻട്രഡക്ഷൻ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സമരത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ സഹകരണം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ഈ സമരം സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ളതാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ ഇവരുടെ മുഖങ്ങൾ കാണുമ്പോഴുള്ള ആ വിഷമം ഞങ്ങളും കൂടെ ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രശ്നത്തിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം വിചാരിച്ച് നിങ്ങൾ
കൂടുതൽ വ്യാകുലത അനുഭവിക്കുകയോ വിഷമിക്കുകയോ വേണ്ട. ഇത് സന്തോഷകരമായി പര്യവസാനിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു ധൈര്യമില്ലാത്തതിൻ്റെ പേരിലാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. അങ്ങേരെന്ത് ചെയ്താലും ഒരു പ്രത്യേക പാർട്ടി അല്ലെങ്കിൽ പ്രത്യേക ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് അങ്ങയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. ആന്ധ്രയിലെ ചന്ദ്രനാഥ് നായിഡു പറഞ്ഞതുപോലെ ഈ വഖഫ് എന്ന് പറയുന്ന ആ സാധനം ഞങ്ങളുടെ സ്റ്റേറ്റിൽ നിന്ന് ഞാൻ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ വഖഫ് ഇനി മേലാൽ അവിടെ ഇല്ല. അപ്പോൾ സംഭവിച്ചതെന്ന് നമുക്കറിയാം എന്താണെന്ന്. അതുപോലെ യുപിയിലെ ആദിത്യനാഥ് പറഞ്ഞു വഖഫ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ സകല റെക്കോർഡുകളിൽ നിന്നും ആ റെക്കോർഡ് അവരുടെ ഇതെടുത്ത് ദൂരെ കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഇതുപോലെ ഒരു വാക്ക് പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് നമ്മളും വളരെ വിഷമത്തിലാണ്. എത്രയായാലും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങളുടെയൊക്കെ കൂടെ ഞങ്ങളെല്ലാവരുമുണ്ട്. ഞങ്ങളുടെ എല്ലാ ഐക്യദാർഢ്യമുണ്ട്. ഇത് നല്ല രീതിയിൽ പര്യവസാനിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷവും സ്നേഹവും സ്നേഹപ്പെടുത്തുന്നു. സമര നേതാക്കളെ, വളരെ ശാന്തമായ ഈ സമരപന്തലിൽ വളരെ മനോഹരമായ രീതിയിൽ ഇന്നിവിടെ നിങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 64 ദിവസമായിരിക്കുകയാണ്. ഈ 64 ദിവസത്തോടു കൂടി ഈ ചെയ്ത സമരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നിവിടെ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. എൻ്റെ പേര് വിൻസെന്റ് എന്നാണ്. ഞാൻ ഇന്നിവിടെ വന്നത് വളരെ നാളുകൾക്ക് മുമ്പ് ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാധിച്ചില്ല. പക്ഷെ എന്തോ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളുടെ കുറുപ്പന്തറയിലെ പള്ളിയിലെ വിൻസെന്റ് ഇപ്പോൾ അംഗങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അത് വളരെ ഒരു സന്തോഷമായ ഒരു ദിവസമായിട്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഈ സമരം ഞങ്ങളുടെ നാട്ടിൽ നിന്നും പല നാടുകളിൽ നിന്നും നിങ്ങളുടെ ഈ സമരത്തെ പിന്താങ്ങിക്കൊണ്ടും ഈ സമരത്തെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തെ തന്നെ മുൻപന്തിയിൽ ആക്കുവാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഞങ്ങളുടെ സമരം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഈ വഖഫ് ബോർഡ് എല്ലാവർക്കും അറിയാം, അവനവന്റെ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാരും സമ്മതിക്കത്തില്ല. കാരണം നമ്മളൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഈ വസ്തുവിൽ നിന്നും ഒരു സമയത്ത് ഇത് വഖഫാന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പുറത്തിറക്കാൻ ആരും അതിന് തയ്യാറാകത്തില്ല. കാരണം നമ്മൾ ഇവിടെ ജനാധിപത്യമാണ്. ഈ ജനാധിപത്യം നിറഞ്ഞ രാജ്യത്തിൽ നീതിന്യായമുണ്ട്. ഈ നീതിന്യായം നിറഞ്ഞ രാജ്യത്ത് ഇങ്ങനെയുള്ള സംവിധാനം വന്നാൽ ഈ കേരളം മൊത്തമല്ല, ഇന്ത്യ മൊത്തം വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഉദാഹരണം ഞാൻ കാര്യം പറയാം. ഞങ്ങളുടെ കുറുപ്പന്തറയില് ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് പല സ്ഥലങ്ങളിലും നേരത്തെ കാലത്ത് കുമാരനല്ലൂർ ദേവസ്വം വകയായിരുന്നു. ഈ കുമാരനല്ലൂർ ദേവസ്വം വക അന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് അവർ പറയുകയാണ് ഇതെല്ലാം ഞങ്ങളുടെ കുമാരനല്ലൂർ ദേവസ്വം വക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകേണ്ടി വരും. അതല്ല, എല്ലാവരും ഇവിടെ മനുഷ്യരാണ്. എല്ലാവരും ഒരേ തലത്തിൽ കാണണം. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. എല്ലാവരും ഒരേ തലത്തിൽ നിന്നുകൊണ്ട് ഈ സമരത്തിന്റെ ഐക്യദാർഢ്യം ഞങ്ങൾ ഇവിടെ തരികയാണ്. അതിനനുബന്ധിച്ച് തന്നെ എനിക്ക് ഈ സമരം മുൻപോട്ട് അധികം നാൾ പോകാതെ കൊണ്ട് തന്നെ ഇത് വിജയത്തിലെത്താനുള്ള സംവിധാനം നമ്മൾ ശക്തമായ രീതിയിൽ ഈ കേരളീയ സമൂഹം ശക്തമായ രീതിയിൽ പ്രതികരിച്ച് ഇതിനെ ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ കേരളീയ സമൂഹം ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരുടെ ഈ സമ്പത്ത്, ഇവരുടെ ഭൂസ്വത്ത് ഇവർക്ക് തന്നെ ഏൽപ്പിക്കാനുള്ള സംവിധാനം നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ നിയമസഭയും അതുപോലെ തന്നെ നമ്മുടെ കോടതിയും ഇതെല്ലാം ഇതിന് സംവിധാനം ചെയ്യേണ്ട അത്യാവശ്യം മാറിയിരിക്കുകയാണ്. അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാൻ അധികം പറയുന്നില്ല, എങ്കിലും ഞങ്ങളൊക്കെ ക്രിസ്ത്യൻസ് ആയ സ്ഥിതിക്ക്, ഞങ്ങള് വിൻസെന്റ് പോൾ വന്ന സ്ഥിതിക്ക് ഞാൻ സമരം ഒരു ചെറിയൊരു സംഗീതത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംഗീതം വേറൊന്നുമല്ല, ഒരു ക്രിസ്തീയ ഗാനമാണ്. അതായത് എല്ലാവരും ഒന്നിപ്പിക്കുന്ന ഒരു ഗാനമാണിത്. അതായത് ഞങ്ങളുടെ ക്രിസ്തീയ സമൂഹത്തിൽ പറയുന്നത് എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാദലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാദലോകനാഥ
നാദനീശോ എഴുന്നള്ളുന്നു മാനവക്കു വരം തൂകി എഴുന്നള്ളുന്നു ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിന്റെ മീതെ നടന്നു പോയവൻ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിന്റെ മീതെ നടന്നു പോയവൻ മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി മനമിടിഞ്ഞ രോഗികൾക്ക് സൗഖ്യമേകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു വാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരെ മഹിതഗീതികൾ പൊഴിച്ചിടുവിൻ മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരെ മഹിതഗീതികൾ പൊഴിച്ചിടുവിൻ വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ സാദരം കൈകൾ കോത്ത് നിരന്നിടുവിൻ വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ സാദരം കൈകൾ കോർത്ത് നിരന്നിടുവിൻ എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു